ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പത്ത് ഓഫ് വിസ്ഡം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് ദ ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ എന്ന എസ്സേൻ്റെ സമ്മറിയാണ്. ബെർട്രൻഡ് റസ്സലാണ് ഇതിൻ്റെ റൈറ്റർ. റസ്സലിൻ്റെ റൈറ്റിംഗ് കരിയർ 70 വർഷത്തോളം നീണ്ടു നിന്നതായിരുന്നു. ഹി വാസ് എ സോഷ്യൽ റിഫോമർ, ഫിലോസഫർ ആൻഡ് പസിഫിസ്റ്റ്. ഒരു ലിബറൽ തിങ്കർ എന്ന നിലയിൽ സൊസൈറ്റിയിലുണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസിനെ കുറിച്ചിട്ടും പബ്ലിക് ലൈഫിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റേതായ ഓൺ വ്യൂസിൽ അദ്ദേഹം വർക്ക്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സിലും വർക്ക് പബ്ലിഷ് ചെയ്ത ഒരാളായിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറിൽ ആ സമയത്ത് അദ്ദേഹത്തെ 6 മാസത്തോളം ഈ ഒരു പസഫിക് ആർട്ടിക്കിൾസ് കാരണം അദ്ദേഹത്തെ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. പസഫിക് മീൻസ് വിച്ച് ക്രിയേറ്റ്സ് ആൻഡ് പ്രൊമോട്ട് പീസ്. സമാധാനത്തിൻ്റെ ഒരു രീതിയിലായിരുന്നു അദ്ദേഹം മുമ്പോട്ട് പോയിരുന്നത്. എല്ലാ പ്രോബ്ലംസും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ ഒരു ജയിലിൽ അടക്കപ്പെട്ടതും. 1950 അദ്ദേഹത്തിന് ലിറ്ററേച്ചറിൽ നൊബൽ പ്രൈസ് കിട്ടുന്നുള്ളത്. ഗോയിങ് ത്രൂ ദ എസ്സേ ടൈറ്റിൽ പോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഒരു ടീച്ചറിൻ്റെ റോൾ എന്താണ് എന്നതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളത്. അതിനുവേണ്ടി ആൻഷ്യൻ ടീച്ചേഴ്സിനെയും മോഡേൺ ടീച്ചേഴ്സിനെയും കമ്പയർ ചെയ്യുകയാണ് ഈ ഒരു എസ്സേയിൽ. അതുവഴി ഇന്നത്തെ സൊസൈറ്റിയിൽ ടീച്ചേഴ്സിൻ്റെ സ്ഥാനം ഓക്കെ ആണോ എന്നാണ് ഈ എസ്സേയിലൂടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യമായി അദ്ദേഹം പറയുന്നു, ഇപ്പോഴത്തെ ഒരു ടീച്ചർ എന്നുള്ളത് സിവിൽ സെർവൻറ്റിനെ പോലെയാണ്. ആൻ ഐഡിയൽ ടീച്ചർ, അതായത് പണ്ടുള്ള പാരമ്പര്യം തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർ എന്നുള്ളത് അവർക്ക് തുറന്നു പറയാനുള്ള അവകാശം ഇല്ല എന്നവർ പെട്ടെന്ന് തന്നെ തിരിച്ചറിയും. അതായത് അവർ അധികാരത്തിലിരിക്കുന്ന ആൾക്കാരുടെ ഓർഡേഴ്സിനെ അനുസരിക്കുക എന്നത് മാത്രമാണ് അവർ ചെയ്യുന്നുള്ളത്. പക്ഷേ പണ്ടത്തെ ടീച്ചേഴ്സിന് അവിടെ ഓർഗനൈസ്ഡ് ആയിരുന്നില്ല, ഒരു കൺട്രോളും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ടീച്ചേഴ്സിന് ആ ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നാണ് റസ്സൽ പറയുന്നുള്ളത്. ഇതിനൊരു ഉദാഹരണമായാണ് അദ്ദേഹം പറയുന്നുള്ളത്, സോക്രട്ടീസ് വധിക്കപ്പെട്ടു, പ്ലാറ്റോ ജയിലിലായി, എന്നിട്ടും അവരുടെ ആശയങ്ങൾ ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സോക്രട്ടീസിൻ്റെ ആശയങ്ങളാൽ അക്കാലത്തെ യുവാക്കൾ ദുഷിച്ചുവെന്ന് ആരോപിക്കപ്പെട്ടു. അതിനുവേണ്ടിയാണ് സോക്രട്ടീസിനെ വധിച്ചത്. സോക്രട്ടീസിൻ്റെ ശിഷ്യൻ അരിസ്റ്റോട്ടലിൻ്റെ ടീച്ചറുമായ പ്ലാറ്റോയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ബാക്കിയുള്ളവർക്ക് സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തെ ജയിലിൽ അടക്കപ്പെട്ടതും. റസ്സൽ പറയുന്നു, സോക്രട്ടീസും പ്ലാറ്റോയും ദേ എൻജോയ്ഡ് ദെയർ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. പക്ഷേ മോഡേൺ ടീച്ചേഴ്സ് അതോറിറ്റീസിൻ്റെ അധികാരികളുടെ വാക്താക്കൾ മാത്രമാണ് എന്ന് റസ്സൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അടുത്തതായി അദ്ദേഹം സിവിലൈസേഷനെ പറ്റി പറയുന്നുണ്ട്. മോഡേൺ മണ്ണിൻ്റെ ചിന്താഗതി അനുസരിച്ച് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മെറ്റീരിയൽ പ്രോഗ്രസ് അല്ലെങ്കിൽ മെറ്റീരിയൽ തിങ്സിനാണ്. അതായത് മെഷീനറി, മോട്ടോർ കാർസ്, ബാത്റൂം, റാപ്പിഡ് ലൊക്കമേഷൻ, ഇതിനൊക്കെയാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളത്. അവർ വിശ്വസിക്കുന്നുള്ളത് ഇതാണ് സിവിലൈസേഷൻ എന്നാണ്. പക്ഷേ ഈ മെറ്റീരിയൽ അക്വിസിഷൻ അല്ല സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ തിങ് ഓഫ് മൈൻഡ്. പാർട്ട്ലി നമ്മുടെ നോളേജും നമ്മുടെ ഇമോഷനും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ. നോളേജ് വൈഡൻസ് അവർ മൈൻഡ് സെറ്റ്. നോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരും ഈക്വലാണ്, അല്ലെങ്കിൽ ഈക്വൽ തിങ്ക്, ഈക്വൽ ഫീൽ എന്നൊരു മൈൻഡ് സെറ്റ് വന്നിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലെ നോളേജ് ഉണ്ടെങ്കിൽ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും കണക്ട് ചെയ്ത് ജീവിക്കാൻ വേണ്ടി സഹായിക്കും. അതായത് പ്രസൻറ്റ് ഏജിൽ ജീവിക്കുമ്പോൾ ഫ്യൂച്ചറിൽ എന്താവും, അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ളവർ ഈ പ്രസൻറ്റിനെ എങ്ങനെ നോക്കിക്കാണും എന്നൊരു റിയലൈസേഷൻ അവിടെ ഉണ്ടാവും. ഹി സീസ് ദാറ്റ് എർത്തിനെ കുറിച്ചിട്ടുള്ള പാസ്റ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ സ്റ്റാറിനെ കുറിച്ചിട്ടുള്ള നോളേജ് ഒക്കെ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ അത് നമ്മളെ മൈൻഡിനെ എൻലാർജ് ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. സോ ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു മാൻ കൈൻഡിൻ്റെ എൻലൈറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ഇൻഫോർമേഷണൽ സ്റ്റോർ ഹൗസ് എന്ന് നമുക്കിതിനെ പറയാം. ഒരിക്കലും ഒരു സിവിലൈസ്ഡ് മാൻ ഇറാഷണലോ സബ്ജക്റ്റീവോ ആകാൻ പാടില്ല. ഹി ഷുഡ് ബി ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് പെസിമിസ്റ്റിക് ആവാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നുള്ളത്. നെക്സ്റ്റ് അദ്ദേഹം ഒരു ടീച്ചറിനെയും പ്രൊപ്പഗൻഡിസ്റ്റ്, അതായത് ഒരു പ്രചാരകനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. ഒരു നല്ല ടീച്ചർ എന്നുള്ളത് അവരുടെ കുട്ടികളുമായി നല്ല രീതിയിൽ ഒരു അഫെക്ഷൻ ഉണ്ടാകുന്ന ഒരാളായിരിക്കും. അവർക്ക് വിലപ്പെട്ട അറിവുകൾ നൽകുന്നുണ്ട്. ബട്ട് ഒരു പ്രൊപ്പഗൻഡിസ്റ്റ് അവരുടെ മുമ്പിലിരിക്കുന്നത് ഒരു സോൾജിയേഴ്സിൻ്റെ ആർമി പോലെയാണ് അവർ കാണുന്നുള്ളത്. അവനൊരിക്കലും അവർക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നില്ല, മറിച്ച് അവരുടെ മൈൻഡ് സെറ്റിനെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നുള്ളത്. അവരെ ഒരു ട്രൊപ്പാരിയൻ ആർട്ടിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഒരു ട്രൊപ്പാരിയൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന്
ഈ ചെടികളിനെയും മരങ്ങളെയൊക്കെ ട്രിം ചെയ്തിട്ട് അതിനൊരു ഓർണമെൻറ്റിൻ്റെ ഷേപ്പിലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു ട്രപ്പാരിയൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പ്രൊപ്പഗൻഡിസ്റ്റിനെ ട്രപ്പാരിയൻ ആർട്ടിസ്റ്റുമായി കമ്പയർ ചെയ്യുന്നുണ്ട്. അവരൊരിക്കലും അവരുടെ കുട്ടികൾ ഒരു മൈൻഡ് ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. ഒരു ഗാർഡനറിനെ പോലെ അവരുടെ മൈൻഡിനെ അതോറിറ്റീസിൻ്റെ കാഴ്ചപ്പാടിലേക്ക് അനുയോജ്യമായ രീതിയിൽ ക്ലിപ്പ് ചെയ്യുകയും ട്രിം ചെയ്യുകയാണ് ഈ പ്രൊപ്പഗൻഡിസ്റ്റ് ഇവിടെ ചെയ്യുന്നുള്ളത്. അടുത്തതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുള്ളത് അസത്യം, ഫോൾസ്ഹുഡ് പഠിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഇന്നത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റം എൻകറേജ് ചെയ്യുന്നുള്ളത് ഈ ഫോൾസ്ഹുഡിനെയാണ്. ഫോൾസ്ഹുഡ് വളർത്തിയെടുക്കുക എന്ന ആശയത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നുള്ളത്. അത് കാണിക്കാൻ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ അഡ്മിറേഷൻ, അഭിനന്ദനം എന്നുള്ളത് ഡിസേർവ് ചെയ്യുന്നുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നെഗറ്റീവ് സൈഡും ഉണ്ടാവും, പോസിറ്റീവ് സൈഡും ഉണ്ടാവും. പക്ഷേ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് സൈഡിനെ മാത്രം അഭിനന്ദിച്ചാൽ മതി എന്നുള്ളത്. പക്ഷേ മൊത്തത്തിൽ ആ പേഴ്സണിനെ തന്നെ അഭിനന്ദിക്കാനാണ് പഠിപ്പിക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് തെറ്റാണ്. ആ ഒരു പേഴ്സണിന് പോസിറ്റീവ് സൈഡ് ഉണ്ടാവും, നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. അപ്പോൾ പോസിറ്റീവിനെ കുറിച്ച് എടുത്തു പറഞ്ഞ് അദ്ദേഹത്തിനെ അഭിനന്ദിക്കാനാണ് റസ്സേൽ പറയുന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഡിസ്ഹോണസ്റ്റ് ആ ഒരു നെഗറ്റീവ് സൈഡ് മാറ്റി വെച്ചിട്ട് അദ്ദേഹത്തിനെ അഭിനന്ദിക്കുക എന്നുള്ള ഈ ഒരു ആശയം തെറ്റാണ് എന്നാണ് റസ്സേൽ പറയുന്നുള്ളത്. സോ തങ്ങളുടെ അധ്യാപന ജീവിതത്തിൽ സത്യം മറച്ചു വെക്കില്ലെന്ന് അധ്യാപകർ ദൃഢനിശ്ചയം ചെയ്യണമെന്നാണ് റസ്സേൽ ആഗ്രഹിക്കുന്നുള്ളത്. ഒബ്ജക്റ്റീവായിട്ടുള്ളതും ആക്യുറേറ്റ് കൃത്യമായിട്ടുള്ള നോളേജ് എന്നത് ഈ സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. സോ ഒരു കാര്യത്തിൽ സത്യം കണ്ടെത്തുക എന്നതും സ്വന്തമായി അറിവ് നേടിയെടുക്കുക എന്നതും ഒരു കുട്ടിയെ പരിശീലിപ്പിക്കുക എന്നുള്ളത് ഒരു അധ്യാപകൻ്റെ ചുമതലയാണ്. കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് സമൂഹത്തെയും മനുഷ്യനെയും നന്നായി മനസ്സിലാക്കാൻ വേണ്ടി ഒരാളെ സഹായിക്കുന്നുണ്ട്. ഇന്നത്തെ മോഡേൺ അധ്യാപക ജീവിതത്തിൽ തൻ്റെ ചുമതല നിർവഹിക്കാൻ വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. അവൻ പലപ്പോഴും അമിതമായി ജോലി ചെയ്യുന്നുണ്ട്, വർക്ക് ഓവർലോഡാണ്. മാത്രമല്ല തൻ്റെ വിദ്യാർത്ഥികൾക്ക് ഭൗതിക പരിശീലനം നൽകുന്നതിന് പകരം അവരെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ അവർ നിർബന്ധിതരാവുകയാണ്. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം പഠിപ്പിക്കാൻ ഒരു അധ്യാപകനും സ്വാതന്ത്ര്യമില്ല. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അധ്യാപകൻ ബ്യൂറോക്രാറ്റുകളും മതഭ്രാന്തന്മാരുമായി നിയന്ത്രണത്തിന് വിധേയമാണ്. എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് യാതൊരു അറിവും ഇല്ലാത്ത ഒരു സമൂഹം ആളാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നുള്ളത്. ഈ ഒരു സൊസൈറ്റി എന്നുള്ളത് ഈ ഒരു ഓർഗനൈസ്ഡ് ഫോഴ്സസിനോട് ഡൊമിനേറ്റഡ് ആണ്. അവർ പറയുന്നതേ ചെയ്യാൻ പാടുള്ളൂ എന്ന ഒരു സിസ്റ്റത്തിനോടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൽ ഒരു ഇൻഡിപെൻഡൻ്റായി ജീവിക്കുക എന്നുള്ളത് ഒരു അധ്യാപകന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഹൈലി ഓർഗനൈസ്ഡ് സൊസൈറ്റിയിൽ മൊത്തത്തിലൊരു ടോട്ടൽ കൺട്രോളിംഗ് ആണ് നടക്കുന്നുള്ളത്. ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഒരു ടീച്ചറിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോ ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഒരു നല്ല ടീച്ചറിന് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് എന്ന് അദ്ദേഹം പറയുന്നുള്ളത്. ആദ്യം അദ്ദേഹം പറയുന്നുണ്ട് ഒരു അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളോട് ഒരു വാം അഫെക്ഷൻ ഉണ്ടായിരിക്കണം. പിന്നെ മൂല്യമുണ്ടെന്ന് താൻ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹം ആ ഒരു ടീച്ചറിന് ഉണ്ടായിരിക്കണം. അതോറിറ്റീസ് ഫാൾസ്ഹുഡ് പഠിപ്പിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യും. എന്നാലും തൻ്റെ അധ്യാപക ജീവിതത്തിൽ സത്യം മറച്ചു വെക്കാതിരിക്കാൻ അവൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കണം. അവൻ തൻ്റെ ജോലി നല്ല ബുദ്ധിയോടെയും കമ്മിറ്റ്മെൻറ്റോടുകൂടിയും ചെയ്തു തീർക്കണം. സിവിലൈസേഷൻ എന്താണ് എന്നത് എല്ലാവരും അറിഞ്ഞിരിക്കണം. ബിക്കോസ് ടീച്ചർ എന്നുള്ളത് ഗാർഡിയൻ ഓഫ് സിവിലൈസേഷൻ ആണ്. ഒരു നല്ല അധ്യാപകൻ സ്വന്തം ചിന്താഗതി നിലനിർത്തുന്ന ആളായിരിക്കണം. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് ഐഡിയാസൊക്കെ പുറത്ത് കൊണ്ടുവരണം. ഗ്രൂപ്പ് അഭിപ്രായങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരാളാവാൻ പാടില്ല. ലോകത്തെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് ഓരോ അധ്യാപകൻ്റെയും കടമയാണ് എന്നത് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് റസ്സേൽ പറയുന്ന ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ എന്നുള്ളത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു എസ്സേയിൽ പറഞ്ഞിട്ടുള്ളത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ ക്ലാസ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഓൾ. ബൈ.